അങ്ങനെ ബിജു ജനതാദളിൻ്റെ നമ്മുടെ നവീൻ പട്നായിക്കിൻ്റെ എല്ലാമായ വി.കെ. പാണ്ഡ്യൻ എന്ന ബ്യൂറോക്രാറ്റ് ടേൺ പൊളിറ്റീഷ്യൻ അദ്ദേഹം പടിയിറങ്ങുകയാണ്. അദ്ദേഹം പടിയിറങ്ങിക്കൊണ്ടുള്ള കുറിപ്പ് എല്ലാ ദേശീയ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കാനുള്ള കാരണം വി.കെ. പാണ്ഡ്യൻ എന്ന് പറഞ്ഞിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമനായി അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി എത്തുമെന്ന് പ്രതീക്ഷിച്ച ആളാണ്. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുകൂടി തിരിച്ചറിഞ്ഞാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. അതെ, അവിടെ നവീൻ പട്നായിക്കിൻ്റെ കാലം അവസാനിക്കുകയാണ്. BJPക്കാണ് അവിടെ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കിട്ടിയ 101 സീറ്റിൻ്റെ പിൻബലത്തിൽ വിശ്രമിക്കുന്നതിനു പകരം കോൺഗ്രസ് ശക്തമായി ഹോംവർക്ക് ചെയ്യേണ്ട മണ്ഡലങ്ങളിലൊന്നാണ് ഈ പറയുന്ന ഒഡീഷ മണ്ഡലത്തിൽ കിട്ടിയ ഒരു അപ്പർ ഹാൻഡാണ് BJPക്ക് ഈ സർക്കാർ ഉണ്ടാക്കുന്നതിന് സഹായിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ കുറേ നാളുകളായി ആൻറ്റി ഇൻകുംബൻസി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, BJPയുടെ കോലീഷൻ രാഷ്ട്രീയം അഥവാ സഖ്യകക്ഷി ഭരണ സംവിധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സഖ്യത്തെ വിഴുങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ശൈലി. BJPയുടെ NDA മുന്നണിയുടെ ഭാഗമായിരുന്നു ബിജു ജനതാദളും. എന്നാൽ അദ്ദേഹം പ്രായമായപ്പോൾ ഈ വി.കെ. പാണ്ഡ്യൻ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനായ IAS ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ സഹായിയായി ഒപ്പം ചെന്നതും പിന്നെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീഷ്യനായി മാറുകയും എല്ലാ കാര്യങ്ങളും ചെയ്തതുമെല്ലാം. പ്രായാധിക്യമായി വന്നതോടുകൂടി എല്ലാ വിഷയങ്ങൾക്കും പാണ്ഡ്യനെ ആശ്രയിക്കുക എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് അവിടുത്തെ ഭരണ സംവിധാനം എല്ലാം മാറിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും അതിൻ്റെ ക്യാമ്പയിനും അതിൻ്റെ നടത്തിപ്പിനുമെല്ലാം ചുക്കാൻ പിടിച്ചത് പാണ്ഡ്യൻ തന്നെയായിരുന്നു. എന്നാൽ BJP ഒഡീഷയിൽ ഒരു തമിഴ്നാട്ടുകാരൻ ഭരിക്കാൻ വന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള നെറേറ്റീവൊക്കെ ചർച്ച ചെയ്തു. നവീൻ പട്നായിക്കിൻ്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും ചർച്ച ചെയ്തു. അത് യഥാർത്ഥത്തിൽ ഒഡീഷക്കാരായ ആളുകളുടെ മനസ്സിൽ വല്ലാത്ത സ്ഥാനം നേടി എന്ന് മാത്രവുമല്ല, അവിടെ ഒരു തൃപ്തികരമായ ഭരണം നൽകുന്നതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിപ്ലവകരമായ മാറ്റങ്ങളോ പരീക്ഷണങ്ങളോ അത്തരം കാര്യങ്ങളോ ഒന്നും നവീൻ പട്നായിക് സ്വീകരിച്ചിരുന്നില്ല. പലതരത്തിലുള്ള ഡിസാസ്റ്റർ ഘട്ടങ്ങളിലൊക്കെ ഭരണ സംവിധാനം ഒരു സാധാരണ രീതിയിലാണ് സഞ്ചരിച്ചു പോയത്. ഈ ഘട്ടത്തിലാണ് BJP അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ശക്തമായ വിജയം സ്വന്തമാക്കിയത്. അങ്ങനെ സ്വന്തമാക്കിയതോടുകൂടി ഇനി നിൽക്കാൻ സാധ്യമല്ലാത്ത വിധം തൻ്റെ സ്ഥിതി ഒഡീഷയിൽ പരിങ്ങലിലായി എന്ന് തിരിച്ചറിഞ്ഞാണ് പാണ്ഡ്യൻ മടങ്ങുന്നത്. അവിടെ ഇപ്പോൾ ഒരു ഓപ്പൺ ഗ്രൗണ്ടാണ്. കോൺഗ്രസ്സിന് ശക്തമായി വർക്കൗട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന സ്ഥലവുമാണ്. ഇപ്പോഴത്തെ സാന്നിധ്യം അവിടെ വളരെ കുറവുമാണ്. അത് വർക്കൗട്ട് ചെയ്തെടുത്താൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലുമൊക്കെ അതൊരു പ്രധാനപ്പെട്ട സ്ഥലമായി മാറുകയും ചെയ്യും.